أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. വിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾ പിന്നിട്ടാൽ അങ്ങേയറ്റത്തെ പവിത്രമായ ഇസ്ലാമിലെ 4 പവിത്രമാസങ്ങളിലെ സ്തൂപമായ മാസം ദുൽഹിജ്ജ, അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനും ഹദീസുകളും 4 പവിത്രമായ മാസങ്ങൾ മുസ്ലിമീങ്ങൾ അതിൻ്റെ പവിത്രത പരിപാലിച്ചുകൊണ്ട് സ്വീകരിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് ദുൽഖഅദയാണ്, രണ്ടാമത്തേത് ദുൽഹിജ്ജയാണ്, മൂന്നാമത്തേത് മുഹറമാണ്. ദുൽഹിജ്ജ എന്ന് പറയുന്ന ഈ മാസത്തിൻ്റെ മുൻപും പിൻപും തൊട്ടു നിൽക്കുന്ന 2 മാസമാണ് ദുൽഖഅദയും മുഹറമും. അതുകൊണ്ടാണ് ആ മാസങ്ങളെ പവിത്രമായി കാണുന്നത്, ദുൽഹിജ്ജയോട് ചേർന്ന് നിൽക്കുന്നു എന്നതുകൊണ്ട്. റജബാണ് 4ാമത്തെ പവിത്രമായ മാസം. ഒരു ഇടവേളയ്ക്ക് ശേഷം കഅബാലയത്തിലേക്ക് ഉംറ ചെയ്യാൻ വരുന്നതിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു മാസം എന്ന നിലക്ക് ആ മാസവും യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത പവിത്ര മാസമായിട്ട് അള്ളാഹു നിശ്ചയിച്ചു. ഈ പവിത്ര മാസങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഹജ്ജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉംറ എന്ന് പറയുന്ന കഅബാലയത്തിൻ്റെ സന്നിധിയിൽ നിർവഹിക്കപ്പെടുന്ന ഒരു ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്
ഈ മാസങ്ങൾ പവിത്രമാക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാം. വിശുദ്ധ റമദാൻ ആ മാസത്തിലില്ല. ഈ പവിത്രമായ മാസങ്ങളിൽ വിശുദ്ധ റമദാനില്ല. അതാണ് പറഞ്ഞ് 4 മാസത്തെയും കഅബാലയവുമായി ബന്ധപ്പെട്ട, ഹജ്ജുമായി ബന്ധപ്പെട്ട, ഉംറയുമായി ബന്ധപ്പെട്ട ഒരു ബന്ധത്തിൻ്റെ കണ്ണിച്ചേരലിൻ്റെ ഭാഗമാണ് ഇവയുടെ പവിത്രതയുടെ മാനദണ്ഡം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്കിൽ എത്ര വലിയ പ്രാധാന്യമാണ് ദുൽഹിജ്ജ മാസത്തിനും ഹജ്ജിനും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതഅ ഇലൈഹി സബീല. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഹജ്ജിന് വരാൻ കഴിവുള്ളവർ, അതിന് സാധ്യമാകുന്ന അവസ്ഥയുള്ളവർ ഹജ്ജ് ചെയ്യുക എന്നത് മനുഷ്യന്റെ മേൽ അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എനിക്കെൻ്റെ നാഥനോട് ബാധ്യതപ്പെട്ട കാര്യമാണ്. ഹജ്ജ് ചെയ്യാനുള്ള സവിശേഷമായ സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ധനമോ ആരോഗ്യമോ യാത്രാ സൗകര്യമോ ഒത്തുവന്നു കഴിഞ്ഞാൽ ഹജ്ജ് നിർവഹിക്കുക എന്നത് എനിക്ക് എൻ്റെ റബ്ബിന് മേലുള്ള ബാധ്യതയാണ്. ആ ബാധ്യത ഞാൻ നിർവഹിക്കണം. വമൻ കഫറ, ആരെങ്കിലും നന്ദികേട് കാണിച്ചാൽ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല സർവ്വലോകരിൽ നിന്നും പരാശ്രയമുക്തനാണ്. ആരെയും ആശ്രയിക്കുന്നവനല്ല റബ്ബ്, എല്ലാവരും അള്ളാഹുവിനെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് സകലർക്കും ആശ്രയമായുള്ളവനോട് നന്ദികേട് കാണിക്കുന്നത് എത്ര ഗുരുതരമായ അബദ്ധമാണ്, പാപമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുക. ഇതാണ് ഹജ്ജ്. ആ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ റബ്ബിനോട് കുഫ്ർ കാണിച്ചവനാണോ, നന്ദി കാണിച്ചവനാണോ, അതല്ല നന്ദികേട് കാണിച്ചവനാണോ എന്ന് തീരുമാനിക്കുന്ന മാനദണ്ഡമാണ്. ഞാൻ ഇങ്ങനെ നിസ്കരിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഞാൻ അതുപോലെ തന്നെ ആരാധനകളൊക്കെ നിർവഹിക്കുന്നു, പക്ഷേ എന്നെ സംബന്ധിച്ച് ഹജ്ജ് എനിക്ക് വാജിബാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ എത്തിയിട്ടുണ്ട്. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതഅ ഇലൈഹി സബീല. ആ മാർഗത്തിൽ, റബ്ബിന്റെ മാർഗത്തിൽ ഹജ്ജ് ചെയ്യാനുള്ള എല്ലാം ഒത്തു വന്നിട്ടും അത് ചെയ്യാത്ത ഒരു ഇസ്ലാമിക ജീവിതമാണെങ്കിൽ ആ ജീവിതം വമൻ കഫറ, ആരെങ്കിലും നന്ദികേട് കാണിച്ചാൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, മനസ്സിലാക്കിക്കൊള്ളണം അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരിൽ നിന്നും പരാശ്രയമുക്തനായവനാണ് എന്ന് മനസ്സിലാക്കിക്കോ. പടച്ചോൻക്കൊരു ഛേദവുമില്ല നിന്റെ നന്ദികേടിന് എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കാം. അപ്പൊ ഹജ്ജ് അത്രക്കും ഗൗരവമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിനെ പറ്റി സംസാരിക്കുമ്പോൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, ഒരു സഹാബി എഴുന്നേറ്റ് ചോദിച്ചു, ഹജ്ജ് നിർബന്ധാണെന്ന് പറഞ്ഞു. ഈ ആയത്ത് ചോദിക്കൊണ്ട് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതഅ ഇലൈഹി സബീല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചപ്പോൾ സഹാബികൾ എന്നിട്ട് ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂൽ എല്ലാ കൊല്ലവും ഹജ്ജ് നിർബന്ധാണോ? റസൂലുള്ള ഒന്നും മിണ്ടിയില്ല എന്നാണ്. വീണ്ടും ചോദിച്ച്, എല്ലാ കൊല്ലവും ഹജ്ജ് നിർബന്ധമാണെന്നാണോ ഈ ആയത്ത് പഠിപ്പിക്കുന്നത്? റസൂലുള്ള മൗനം അവലംബിച്ചു. വീണ്ടും ആ സഹാബി ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാനെങ്ങാനും അതേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് സാധ്യമല്ലാത്ത ഒരു അമൽ നിങ്ങൾക്ക് മേൽ ഫർളാക്കപ്പെടുമായിരുന്നു. എല്ലാ വർഷവും ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും അതിനു വേണ്ടി നിങ്ങൾ മെനക്കെടേണ്ടി വരും. അത് പ്രായോഗികമായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ സൂക്ഷിച്ച് നിങ്ങൾ ചോദിക്കണം. ആ ചോദ്യങ്ങളിൽ അനാവശ്യ ചോദ്യങ്ങൾ വന്നേക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിലൊക്കെ ഹദീസ് കൊടുത്ത് നമുക്ക് കാണാം. ഞാൻ പറയുന്നത് അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല ഹജ്ജ് എന്ന് പറയുന്നതിനെ ഗൗരവത്തിൽ കാണുന്നു. മുസ്ലിമീങ്ങൾ, അള്ളാഹുവിൻ്റെ ദാസന്മാർ ഹജ്ജ് ചെയ്യുക എന്നത് ഒരു സ്വപ്നമായി ഹൃദയത്തിൽ സൂക്ഷിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ത്യാഗ പരിശ്രമങ്ങൾ ഉണ്ടാകണം. അവർക്ക് അതിന് ആഫിയത്ത് ലഭിക്കപ്പെട്ട് കഴിഞ്ഞാൽ, തൗഫീഖ് ലഭിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ മുന്നോട്ടേക്ക് ധൃതിപ്പെട്ട് കടന്നു വരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് ഒന്നിലും ധൃതി കൂട്ടാത്ത ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരക്ക് കൂട്ടാത്ത ആളാണ്. ഒരു കാര്യത്തിലും അല്ലാഹുവിന്റെ റസൂൽ തിരക്ക് കൂട്ടിയിട്ടില്ല. എന്നാൽ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഫഇന്നഹു ഖദ്
മൻ അറാദൽ ഹജ്ജ, ആരെങ്കിലും ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫൽ യതഅജ്ജൽ, അവൻ ധൃതി കൂട്ടട്ടെ എന്നാണ്. ഹജ്ജ് ഒരാൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ ധൃതി കൂട്ടട്ടെ. ഫഇന്നഹു ഖദ് യംറദുൽ മരീദ്, അവന് ഒരു പക്ഷേ രോഗിയായി മാറിയേക്കാം. വതളില്ലുല്ലാ, അല്ലെങ്കിൽ അവന് വഴി തടസ്സങ്ങൾ നേരിട്ടേക്കാം, യാത്രാ സൗകര്യങ്ങളില്ലാതിരിക്കാം. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഹജ്ജ് നീട്ടിവെച്ച ആളുകൾ പിന്നെയാകാം എന്ന് പറഞ്ഞ് നീട്ടിവെച്ച ആളുകൾ ഒന്ന് പേടിച്ചു. സൗദി അറേബ്യയിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് പേടിച്ചു പോയി ആളുകൾ. അതാണ് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, എപ്പോഴാണ് നിങ്ങൾ എത്ര പുരോഗമിച്ചാലും എത്ര യാത്രാ സൗകര്യങ്ങൾ ഉണ്ടായാലും, നമ്മളൊരു ധാരണ അതാണ്, യാത്രാ സൗകര്യമൊക്കെ എയറോപ്ലെയിൻ ഉണ്ടായ സമയത്ത്, ഇനി അതിൽ മുടക്കത്തെപ്പറ്റി നമ്മൾ പേടിക്കണോ? കയറാൻ പണം ഉണ്ടായാൽ പോരെ, യാത്ര ചെയ്യാൻ പണമുണ്ടായാൽ പോരെ, യാത്ര തടസ്സപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ഒരു സൊസൈറ്റിയാണ് നമ്മൾ. പക്ഷേ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താ? ചില യാത്രാ സൗകര്യങ്ങൾ അടക്കപ്പെട്ടതിൻ്റെ പേരിൽ നമ്മൾ ദുരിതമനുഭവിക്കുന്ന ഒരു വർത്തമാന സാഹചര്യത്തിൽ കൂടിയാണ്. യാത്രാ സൗകര്യമെന്നത് പണത്തിൻ്റെ മേൽ അതിങ്ങനെ എപ്പോഴും ഓപ്പണായി കിടക്കും എന്ന് നമ്മൾ വിചാരിക്കേണ്ട. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ എത്ര ധനമുണ്ടെങ്കിലും എത്ര സ്പീഡിലും ഏത് വിധത്തിലുള്ള തടസ്സങ്ങളെ അതിനെ മറികടന്ന് മുന്നോട്ട് പോകുന്ന വാഹനങ്ങളുണ്ടെങ്കിലും നിന്റെ യാത്ര തടസ്സപ്പെട്ടേക്കാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ആളുകൾ ഹജ്ജ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ പൊടുന്നനെ ഹജ്ജ് ചെയ്യട്ടെ. കാരണം എന്താ? ഫഇന്നഹു ഖദ് യംറദുൽ മരീദ്, ഒരു പക്ഷേ അവൻ രോഗിയായി പോയേക്കാം. വതളില്ലുല്ലാ, അല്ലെങ്കിൽ അവന്റെ വഴി തടസ്സപ്പെട്ടേക്കാം. അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും ആവശ്യങ്ങൾ അവന് തടസ്സമായി വന്നേക്കാം. അതുകൊണ്ട് വിശ്വാസികളെ ചരക്ക് കൂട്ടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ചരക്ക് കൂട്ടാൻ പറഞ്ഞ അപൂർവം കാര്യങ്ങളിൽ ഒന്നാണ് ഹജ്ജ് എന്നുള്ളത്. എല്ലാത്തിലൊക്കെ റസൂലുള്ള ഒരു സാവകാശവും അവധാനതയും സ്വീകരിക്കുന്ന ജീവിത ശൈലിയാണ് മുഅ്മിനിന് റസൂലുള്ള ഏറ്റവും യോജിച്ചതെന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ ചരക്ക് കൂട്ടാൻ പഠിപ്പിച്ചതിൽ പെട്ടതാണ് ഇത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, സഹാബികൾ ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളൽ, അല്ലാഹുവിന്റെ റസൂലെ ഏറ്റവും അഫ്ളലായിട്ടുള്ള കർമ്മം ഏതാണ്? ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അമൽ ഏതാണ്? ഫഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈമാനും ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഈമാനാണ്. ഖീല സുമ്മ മാദാ, പിന്നീട് റസൂലുള്ള വീണ്ടും ചോദിക്കപ്പെട്ടു, എന്താണ് പിന്നെ അടുത്തത് റസൂലേ? ഖാൽ, അവിടുന്ന് പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, പടച്ചവന്റെ മാർഗത്തിലുള്ള യുദ്ധമാണ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. ഖീൽ, അവിടുന്ന് വീണ്ടും ചോദിക്കപ്പെട്ടു, സുമ്മ മാദാ, പിന്നെ ഏതാണ് റസൂലേ? ഖാൽ ഹജ്ജുൽ മബ്റൂർ, ഒരു പുണ്യകരമായിട്ടുള്ള ഹജ്ജാണ് മൂന്നാമത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം നമ്മളെ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും നമ്മളെ പഠിപ്പിച്ചു. റബ്ബ് സുബ്ഹാനഹു തആല സംരക്ഷണം ഏറ്റെടുക്കുന്ന ചില ആളുകളുണ്ട്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില അമലുകൾ ചെയ്യും, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ത്യാഗങ്ങൾ സഹിക്കും, ചില അനുഷ്ഠാനങ്ങൾ നിർവഹിക്കും, ചില വിശ്വാസങ്ങൾ ഏറ്റെടുക്കും. അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാർ ആ അമൽ ചെയ്യുമ്പോൾ അതോടുകൂടി അവന്റെ പ്രൊട്ടക്ഷൻ, സുരക്ഷിതത്വം റബ്ബ് സുബ്ഹാനഹു തആല ഏറ്റെടുക്കും. പിന്നെ അവനെ ആർക്കും വേദനിപ്പിക്കാനും നിരാശപ്പെടുത്താനും അവനെ അപകടത്തിൽപ്പെടുത്താനും സാധ്യമല്ലാത്ത വിധത്തിൽ സംതൃപ്തനായിട്ട് സമാധാന ചിത്തനായിട്ട് ഭൂമിയിൽ അങ്ങനെ മരണം വരെ അവനങ്ങോട്ട് ജീവിച്ചു കൊണ്ടിരിക്കും. അങ്ങനത്തെ ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, സലാസത്തുൻ ഫീ ളമാനില്ലാഹി അസ്സ വജല്ല, മൂന്ന് കൂട്ടർ അവര് അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനിലാണ്. മൂന്ന് വിഭാഗം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രൊട്ടക്ഷനിലാണ്. ആരാണ്? റജുലുൻ, ഒരു മനുഷ്യൻ, ഖറജ ഇലാ മസ്ജിദിൻ മിൻ മസാജിദില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പുറപ്പെട്ട ഒരു മനുഷ്യൻ, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പുറപ്പെട്ട ഒരു മനുഷ്യൻ. അവൻ ആ പള്ളിയിൽ പോയി നമസ്കാരം നിർവഹിച്ചിട്ട് തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതുവരെ റബ്ബ് സുബ്ഹാനഹു തആലയുടെ പ്രൊട്ടക്ഷനിലാണ്. അവന് ഒരു ആപത്തും റബ്ബ് സുബ്ഹാനഹു തആല വരുത്തില്ല. ഇനി അവന് ആപത്ത് വന്നാൽ
ആ ആപത്താണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃതം എന്ന് മനസ്സിലാക്കണം. പള്ളിയിലേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഒന്നും ചെയ്തിട്ട് അള്ളാന്റെ പൊരുത്തം കൊതിച്ചിട്ട് ഒരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് പുറത്തു പോവാണ്. അങ്ങനെ പുറത്തു പോവാണെങ്കിൽ ആ മനുഷ്യനെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രൊട്ടക്ട് ചെയ്യും. അള്ളാന്റെ പ്രൊട്ടക്ഷനിലാണ്. ഇനി അവൻ ആ നടത്തത്തിൽ അവനൊരു അപകടം സംഭവിച്ചാൽ അവന്റെ ജീവിതത്തിൽ അവൻക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമാണത് ആ അപകടം. കാരണം ഈ പ്രൊട്ടക്ഷന്റെ ഇടയിൽ അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അള്ള അങ്ങോട്ട് കൊണ്ടുപോയി എന്നാണ് സ്വർഗത്തിലേക്ക്. അള്ള അവനങ്ങോട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ്. അതുകൊണ്ട് അള്ളാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. വീണ്ടും വറജുലുൻ ഖറജ ഗാസിയൻ ഫീ സബീലില്ലാഹി തആല, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട മനുഷ്യൻ. യുദ്ധക്കളത്തിലേക്ക് അവൻ എത്തിയിട്ടില്ല, യുദ്ധത്തിൽ അവൻ അടരാടിയിട്ടില്ല. അവനിതാ തന്റെ വീട്ടിൽ നിന്ന് കുടുംബത്തോട് യാത്ര പറഞ്ഞ് റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധത്തിനങ്ങനെ അവൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ അവന് മേലുണ്ടാകും. അതിൻ്റെ ഇടയ്ക്ക് അവനെ മരിച്ചിട്ടുണ്ടെങ്കിൽ നാം ഈ പറഞ്ഞതുപോലെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആ മരണം. ആ പിന്നെ നടത്തത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു അപകടം അവന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സന്തോഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്ത സമയത്ത് അവന് പറ്റുന്ന അപകടം എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് അവന് മനസ്സിൽ കരുതണം. വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു വറജുലുൻ ഖറജ ഹാജൻ, അതുപോലെ തന്നെ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നവരെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രൊട്ടക്ഷനിൽ അല്ലാഹു അവനെ നിർത്തുമെന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ എപ്പോഴും ഹജ്ജ് ഒരു സത്യവിശ്വാസിയുടെ മനസ്സിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ, ഹജ്ജിന്റെ ഫളായിലുകൾ പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അറിയിച്ചു തന്ന ഹദീസുകൾ വായിക്കുന്ന ഒരു സത്യവിശ്വാസി, പഠിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് ഹജ്ജ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കണം, ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കണം, ലക്ഷ്യമായിരിക്കണം. അങ്ങനെ പോകണം ഹജ്ജുമായി ബന്ധപ്പെട്ട്. കാരണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തൊരു മൻ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് ചെയ്തു, ഫലം യർഫുസ് വലം യഫ്സുഖ്, ഒരു മോശപ്പെട്ട കാര്യത്തിലോ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ ഇടപെടാതെ, മ്ലേച്ഛതകളിലും അശ്ലീലതകളിലും ഇടപെടാതെ, മോശപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാതെ പൂർണ്ണമായും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള, റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള ഒരു ഹജ്ജ് ആരെങ്കിലും നിർവഹിച്ചാൽ റജഅ കമാ വലദത്ഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം അവന്റെ പേരിൽ എത്ര പാപം ഉണ്ടായിരുന്നോ അത്രക്കും പാപവുമായിട്ടായിരിക്കും അവൻ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഒരു കുട്ടീനെ അവന്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് അവന്റെ മേൽ വല്ല പാപവുമുണ്ടോ? അവന്റെ മേൽ പാപത്തിന്റെ കറയില്ല. അതുപോലെ ഒരു ഉമ്മ പ്രസവിച്ച വിശുദ്ധനായ നിഷ്കളങ്കനായ ഒരു ഹൃദയത്തിന്റെ ജീവിതത്തിന്റെ ഉടമയായിട്ടായിരിക്കും ഹജ്ജ്. മ്ലേച്ഛതകളിൽ പെട്ടുപോകാതെ, അനാവശ്യ കാര്യങ്ങളിൽ ഇടപഴകാതെ ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ഒരു ഹാജി അള്ളാഹുവിന് വേണ്ടിയിട്ട് അത് നിർവഹിച്ചിട്ട് തിരിച്ചു വരുമ്പോ എന്തു മഹാപാപം അവൻ ചെയ്താലും ശരി, എന്തു മഹാപാപം അവന് ചെയ്താലും ശരി, ആ പാപങ്ങളും മുഴുവൻ പൊറുക്കപ്പെട്ടവനായി, ജീവിതത്തിൽ പാപക്കറയില്ലാത്തവനായിട്ട് അവൻ തിരിച്ചു വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു, തീർച്ചയായിട്ടും ഇസ്ലാം അതിനു മുമ്പുള്ളതിനെ ഇല്ലാതാക്കി കളയും, മായ്ച്ചു കളയും. അതായത് അഥവാ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ ഇസ്ലാമിന് മുമ്പത്തെ അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ പാപമുണ്ടോ അതിനൊക്കെ ഇസ്ലാം എന്ത് ചെയ്യും? അതിനൊക്കെ പൊഴുക്കിക്കളയും, ഇല്ലാതാക്കി കളയും. ഇനിയോ വഅന്നൽ ഹിജ്റ, നിശ്ചയമായിട്ടും ഹിജ്റ തഹ്ദിമു മാ കാന ഖബ്ലഹ, ഹിജ്റയ്ക്ക് മുമ്പ് ചെയ്ത പാപങ്ങൾ ഉണ്ടല്ലോ, ആ പാപങ്ങൾ ഹിജ്റ ചെയ്യുന്ന മനുഷ്യന് പിന്നെ ഹിജ്റയ്ക്ക് ശേഷം മുൻപത്തെ പാപം എന്ന പാപം ഇല്ല, അതിനു മുമ്പ് സംഭവിച്ച പാപമില്ല. ആ പാപം അല്ലാഹു അങ്ങോട്ട് പുറത്തങ്ങോട്ട് തരും. കാരണം റബ്ബിന്റെ മാർഗത്തിൽ നാടും വീടും കുടുംബവും കൂട്ടും എല്ലാം വിട്ടിട്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിനും തൃപ്തിക്കും വേണ്ടി മാത്രം നാട് വിട്ടുപോയ മനുഷ്യനുണ്ടല്ല, ആ മനുഷ്യൻ ഹിജ്റന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് പടിയിലേക്ക് കാല് വെക്കുമ്പോൾ തന്നെ അവന്റെ പാസ്റ്റ് എന്നൊരു പാപം അവനില്ല, അവന്റെ പാസ്റ്റിലെ പാപം പിന്നെ അവന് ഇല്ല. വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു, ഹജ്ജ് ചെയ്തവനുണ്ടല്ലോ, ആ ഹജ്ജ് ചെയ്തവൻ മുൻപത്തെ പാപമായിട്ട് തിരിച്ചു വരൂല.
ഒരുത്തരം ഹജ്ജ് ചെയ്താൽ മുൻപവൻ വ്യഭിചരിച്ചതോ, മുമ്പവൻ കളവ് നടത്തിയതോ, മുൻപവൻ ചെയ്ത മഹാപാപങ്ങളോ, അൽ കബായിറുകളോ, ശബഉൽ മുബിഖാത്തോ എന്തു ആകട്ടെ, എന്തു പാപാകട്ടെ, ആ പാപം ഹജ്ജ് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ച് വീട്ടിന്റെ മുന്നിലേക്ക് അവൻ എത്തുമ്പോഴേക്കും അവന്റെ മുമ്പ് പാപമില്ല. അവൻ ഉമ്മ പ്രസവിച്ചവനെ പോലെ ഒരു പാപക്കറയില്ലാത്തവനായിട്ട് അവൻ അവന്റെ വീട്ടിലേക്ക് മടങ്ങി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചു, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വർഗ്ഗമല്ലാതെ പുണ്യകരമായ ഒരു ഹജ്ജിന് വേറെ പ്രതിഫലം വെച്ചിട്ടില്ല. സ്വർഗം മാത്രമാണ്, ഓൺലി ജന്ന, സ്വർഗം മാത്രമാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് വൽ ഉംറതാനി, രണ്ട് ഉംറകൾ, അവിൽ ഉംറതു ഇലൽ ഉംറ, അല്ലെങ്കിൽ ഒരു ഉംറയ്ക്ക് ശേഷം മറ്റൊരു ഉംറ, യുകഫിറു മാ ബൈനഹുമാ, അതുണ്ടല്ലോ ആ രണ്ട് ഉംറക്കിടയിൽ നടന്ന എന്തൊക്കെ പാപമുണ്ടോ അതെല്ലാം പൊഴുക്കിക്കളയും, അതിനെല്ലാം മായ്ച്ചു കളയും, ഇല്ലാതാക്കി കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പ്രവാചകന്റെ നാവിലൂടെ ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ സവിശേഷത റസൂലുള്ള പഠിപ്പിച്ചത് എന്താണ്? ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അൽ ഹുജ്ജാജു വൽ ഉമ്മാർ, ഹജ്ജ് ചെയ്തവൻ ഹാജി, അതുപോലെ തന്നെ ഉമ്മാർ ഉംറ ചെയ്തവൻ, അവൻ ആരാണ്? വഫ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ അതിഥികളായിട്ടാണ് അവർ അള്ളാഹു പരിഗണിക്കുന്നത്. അള്ളാഹുവിന്റെ അതിഥികളായിട്ടാണ് അവരെ അള്ളാഹ് പരിഗണിക്കുന്നത്. ഇൻ ദഅൗഹു, അവരാരെങ്കിലും അവന്റെ റബ്ബിനോട് അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അജാബഹും, അള്ളാഹു അവർക്ക് ഉത്തരം ചെയ്യുക തന്നെ ചെയ്യും. വ ഇനിസ്തഗ്ഫറൂഹു, അവരാരെങ്കിലും അവരുടെ നാഥനോട് ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ടെങ്കിൽ ഗഫറ ലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കത് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. ഒരു ഹജ്ജ് ചെയ്യുന്ന മനുഷ്യൻ, ഒരു ഉംറ ചെയ്യുന്ന മനുഷ്യൻ, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ എന്നവൻ തേടിയാൽ അല്ലാഹ് അങ്ങോട്ട് പുറത്തു കൊടുത്തിട്ടുണ്ടാവും. അല്ലാഹുവേ എനിക്ക് ഇന്നത് നൽകണമേ, ഇന്ന പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ സഹായിക്കണേ എന്നവന് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിരുന്നുകാർക്ക്, അവന്റെ അതിഥികൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ആതിഥേയത്വമാണത്. അള്ളാന്റെ ആതിഥേയത്വം, അള്ളാന്റെ വിരുന്ന്. അവിടെ വെച്ച്, ആ ഭൂമിയിൽ വെച്ചിട്ട് അവൻ എന്തു ചോദിച്ചുവോ ആ ചോദിച്ചത് അവന്റെ നാഥൻ അവൻ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവന് എന്ത് പാപം അത് പൊറുക്കലിനെ തേടിയോ ആ പാപമോചനം അവന്റെ റബ്ബ് ആകാശങ്ങളിൽ നിന്ന് അവന്റെ മുകളിലേക്ക് ചൊരിഞ്ഞു കൊടുക്കാണ്. കാരണം അവൻ അള്ളാന്റെ അതിഥിയാണ്, അള്ളാന്റെ വിരുന്നുകാരനാണ്. അങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ സ്വീകരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ഹജ്ജിനെ മഹത്തരമായിട്ട് നമ്മൾ കാണണം. ഹജ്ജ് ചെയ്യുക എന്നത്, ഹജ്ജിന് പോകുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായിരിക്കണം. നിരന്തരമായിട്ട് അതിന് അവസരം, തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതിൻ്റെ അവസരം തെളിഞ്ഞാൽ, ഹജ്ജ് നിർവഹിക്കാനുള്ള ബാധ്യതപ്പെട്ടവനായി കഴിഞ്ഞാൽ പിന്നെയാകട്ടെ എന്ന ചിന്തയില്ല, മാറ്റിവെക്കലുകളില്ല. അത് നിർവഹിക്കുക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ നിനക്ക് ചെയ്യാൻ പറ്റാത്ത, ഹജ്ജ് നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എപ്പോ വേണമെങ്കിലും വന്നു ഭവിക്കാം. അതിനു മുമ്പ് ഹജ്ജ് നീ നിർവഹിക്കുക. അതിനു മുമ്പ് ഹജ്ജ് നിന്റെ സ്വപ്നമായി നീ അത് നിർവഹിക്കാൻ പുറപ്പെടുക. ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കും, ഒരു മനുഷ്യൻ ഇപ്പോഴും ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അവൻ ഹജ്ജിന് ബാധ്യസ്ഥനായിട്ടും ഹജ്ജ് ചെയ്യാതെ ഇരിക്കുകയാണ്. ഹജ്ജിന് ബാധ്യസ്ഥനായിട്ടും ഹജ്ജ് ചെയ്യാതെ ഒരു മനുഷ്യൻ ഇരിക്കുകയാണ്. എങ്കിലും മനസ്സിലാക്കിക്കൊള്ളുക, അള്ളാഹുവിന്റെ വെറുപ്പിലും ശാപത്തിലും കോപത്തിലുമാണ് അവൻ അങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ല ധനമുണ്ട്, സമ്പത്തുണ്ട്, എനിക്ക് യാത്രാ സൗകര്യമുണ്ട്, എനിക്ക് അത്യാവശ്യം ആരോഗ്യമുണ്ട്, എനിക്ക് അത്യാവശ്യം ഒരു അമലൊക്കെ ചെയ്യാവുന്ന ആരോഗ്യമുണ്ട്. എന്നിട്ടും പിന്നെയാകട്ടെ എന്ന് വെച്ച് അതിനെ മാറ്റുകയും തള്ളിവെക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അസംതൃപ്തിയിലാണ് അവൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ തൃപ്തിപ്പെടാനുള്ള സാധ്യതയില്ല.
അതുകൊണ്ട് ഹജ്ജിലേക്ക് നിങ്ങൾ വരണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഹജ്ജ് നടപ്പാക്കുന്ന സമയം വിശുദ്ധ ഖുർആനിൽ കാണാം. വിശുദ്ധ ഖുർആനിൽ ഹജ്ജ് അല്ലാഹു നടപ്പാക്കുന്ന സമയം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം പണിതപ്പോ, ആ കഅബാലയം പണിത് കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിം നബിക്ക് കൊടുക്കാണ്, വഹയി കൊടുക്കാണ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിമേ, മനുഷ്യന്മാരെ ഹജ്ജിന് വിളിച്ചോളൂ, ഹജ്ജിന് വിളംബരം ചെയ്തോളൂ, ഹജ്ജിന് നീ വിളംബരം ചെയ്തോളൂ മനുഷ്യന്മാർക്ക്. ഇബ്രാഹിം നബി തഫ്സീറുകളിൽ നമുക്ക് കാണാം, ഇബ്രാഹിം നബി ഈ വഹയി കിട്ടിയപ്പോൾ ഇങ്ങനെ ചുറ്റും നോക്കി, ഒരു മനുഷ്യനില്ലാത്ത ഭൂമി. തന്റെ ശബ്ദം ഉറക്കെ ഇബ്രാഹിം നബി വിളിച്ചു പറഞ്ഞാൽ കാതിന്റെ അവിടേക്ക് എത്തുന്ന വഴി ദൂരത്തിൽ മനുഷ്യ ജീവിതമില്ലാത്ത സ്ഥലം, മണൽക്കാട് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ മണൽക്കാട്. മനുഷ്യനില്ലല്ലോ, കാട് എന്ന് പറഞ്ഞാൽ അതാണല്ലോ, മനുഷ്യവാസമില്ലാത്ത മറ്റാരൊക്കെയോ ജീവിക്കുന്ന, അതിനാണ് നമ്മൾ കാട് എന്ന് പറയാ. അതുപോലെ മണൽക്കാട്, മനുഷ്യനില്ലാത്ത സ്ഥലം. ഇബ്രാഹിം നബി ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് ചോദിക്കുക, പടച്ചോനെ, ഞാനിത് വിളിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോണത്? ഹജ്ജിന് വിളംബരം ചെയ്യാൻ അല്ല പറയാ, വിളിച്ചാൽ എന്ത് സംഭവിക്കും? അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഇബ്രാഹിം നബി കൺഫ്യൂഷൻ പങ്കുവച്ചു എന്നാണ്, അദ്ദേഹത്തിന്റെ ആശങ്ക പങ്കുവച്ചു. വിശുദ്ധ ഖുർആൻ പറയാ വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളെ ഹജ്ജിന് വിളംബരം ചെയ്യൂ. യഅതൂക റിജാലൻ, നിന്റെ അടുത്തേക്ക് എത്തും, നടന്നിട്ടെത്തും മനുഷ്യന്മാര്. ഇബ്രാഹിമേ, നീ വിളിച്ചാ മതി, നീ വിളിക്കുന്ന വിളി കേൾക്കാവുന്ന അകലത്തിൽ ആളില്ല എന്ന് അള്ളാഹുവിനറിയാം. നിന്റെ വിളംബരം കേൾക്കാൻ മനുഷ്യന്റെ ശ്രവണ സാധാരണ അള്ള വെച്ച ആ അവസ്ഥയിൽ കേൾക്കാൻ സാധ്യമല്ല എന്ന് അള്ളാഹുവിനറിയാം. പക്ഷെ നീ വിളിക്ക്, നടന്നു വരും, നിന്റെ അടുത്തേക്ക് കാൽനടയായിട്ട് വരും. വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീക്, എല്ലാ ഇടുങ്ങിയ മലമ്പഴികളിലൂടെ, നടക്കാൻ പറ്റാത്ത വഴികളിലൂടെ ക്ഷീണിച്ച് മെലിഞ്ഞു പൊട്ടിയ ഒട്ടകങ്ങളുടെ പുറത്ത് കയറിയിട്ട് മനുഷ്യന്മാര്, ദരിദ്രന്മാര്, കഷ്ടപ്പെട്ടവര്, യാത്രാ സൗകര്യമില്ലാത്തവര് ഞെങ്ങി ഞെരുങ്ങി എഴഞ്ഞ് നിന്റെ മുമ്പിലെത്തും. ഇബ്രാഹിമേ, നീ വിളിച്ചാ മതി എന്നല്ല പറഞ്ഞു. ഇബ്രാഹിമിന് ശങ്കിച്ചില്ല, വിളിച്ചു, ഹജ്ജിന് വിളംബരം ചെയ്തു. ലക്ഷങ്ങൾ ആ വിളി കേട്ട് എത്തുന്നു, ഇന്നും എത്തുന്നു. ഈ യുദ്ധ സാഹചര്യത്തിലും ലക്ഷങ്ങൾ അവിടേക്ക് പോകുന്നു. സൗദി അറേബ്യയിൽ ഇനി എന്ത് സംഭവിക്കുമെന്നതിനെപ്പറ്റി ആശങ്കയില്ലാതെ, യുദ്ധത്തിന്റെ എന്തെങ്കിലും വിപത്ത് ജീവിതത്തിൽ വന്ന് ഭവിക്കുമോ എന്ന പേടിയില്ലാതെ, സമാധാനത്തോടെ ഈ ഭൂമിയിൽ ആയുധങ്ങൾ വന്ന് പതിക്കുമ്പോ, വിസ്ഫോടനങ്ങൾ നടക്കുമ്പോ സമാധാനത്തോടെ, നമ്മളെക്കാൾ റാഹത്തോടെ ആ മണ്ണിലേക്ക് വന്നിറങ്ങുന്നു. ലക്ഷങ്ങൾ ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇബ്രാഹിം നബിയോടുള്ള വിളി, ഇബ്രാഹിം നബിയോട് അള്ള പറഞ്ഞ വിളി, ആ വിളി വിളിച്ചതാണ്, ആ വിളി വിളിച്ചതാണ്. അന്നെത്തി ലക്ഷങ്ങൾ ഹജ്ജ് ചെയ്യാൻ. എങ്ങനെ എത്തി? അല്ലാഹു അഅലം. ഇബ്രാഹിം നബിക്കറിയോ? അറിയില്ല. ആ ശബ്ദം കേട്ടിട്ടാണോ? അല്ല, സാധാരണയിൽ ആ ശബ്ദം കേട്ടിട്ടല്ല. പക്ഷേ ആ ശബ്ദത്തെ അല്ലാഹ്, ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ശബ്ദം എത്തുന്നതിന് എത്രയോ ഉപരിയിലേക്ക് ആ വിളിയെ അല്ലാഹ് എത്തിച്ചു. എവിടെയൊക്കെയോ നിന്നിരുന്ന മനുഷ്യന്മാർ, എവിടെയൊക്കെ പണിയെടുത്തിരുന്ന സത്യവിശ്വാസികൾ, അവർക്ക് തോന്നി നടക്കണം, മണ്ണിലേക്ക് നടക്കണം, മണലാരുണ്യത്തിലേക്ക് നടക്കണം. അവർക്ക് അങ്ങനെ തോന്നി. അവർ നടന്ന് അവരുടെ കാലുകൾ പൊട്ടി, അവരുടെ ശരീരം ചൂടുകൊണ്ട് അസഹ്യമായി വേദനകൾ അനുഭവപ്പെട്ടു. അവരുടെ യാത്രാമൃഗങ്ങൾ മെലിഞ്ഞൊട്ടിപ്പോയി, വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ. പക്ഷെ അവർക്ക് തോന്നി നടക്കണമെന്ന് വിശ്വാസികൾക്ക് തോന്നി, ഈമാനുള്ളവർക്ക് തോന്നി. നടന്ന് അതാ അവരൊരു മനുഷ്യൻ നിൽക്കുന്നത് കാണുന്നു. ഒരു കഅബാലയത്തിന്റെ മുമ്പിൽ ഇബ്രാഹിം കണ്ണും നട്ട് നിൽക്കുന്നത് അവർ കണ്ടു. ഹജ്ജ് ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ചാണ് ഹജ്ജ്. അല്ലാതെ കപ്പലും ബോട്ടും പ്ലെയിനും ഉണ്ടാക്കിയതിന് ശേഷം അതിലിങ്ങനെ ആളുകളെ അടക്കിയിരുത്തിയിട്ട് കൊണ്ടുവന്ന കർമ്മല്ലത്. ഇത് അമാനുഷികമായി സംഭവിച്ചതാണ്. ഇത് തുടങ്ങിയത് തന്നെ എങ്ങനെയാണെന്ന് നമ്മളുടെ ലോജിക്കൽ വിശദീകരണത്തിൽ പെടുന്നതല്ല ഹജ്ജ്. അത് ശരിക്കും മനസ്സിലാക്കി. നമ്മളിത് ലോജിക്കലായി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ നടക്കൂല. ഇതിന് ലോജിക്കായിട്ടൊരു ബന്ധമില്ല. ഇത് പ്രപഞ്ചാതീതമായിട്ടുള്ളൊരു സംവിധാനമാണ്. പ്രപഞ്ചത്തിൻ്റെ അകത്തെ നമ്മളെ തിയറിൻ്റെ ഉള്ളിൽ വിശദീകരിക്കാൻ പറ്റുന്നൊരു സാധനമല്ല, പ്രപഞ്ചാതീതമായ സംഭവം.
കേൾക്കാൻ മനുഷ്യരില്ലാത്ത സ്ഥലത്തൊരു മനുഷ്യൻ വിളിക്കുന്നു. ആ വിളി എവിടെയൊക്കെയുള്ളോ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് കേൾക്കുന്നു. അവർക്ക് പോകണമെന്ന് തോന്നുന്നു. അവർ വരുന്നു. അവർ ഒരു മനുഷ്യനെ കാണുന്നു. അയാളുടെ കീഴിൽ ഹജ്ജ് നിർവഹിക്കുന്നു. അവിടെ നിന്ന് ഇവിടം വരെ ആ ഹജ്ജ് നിരന്തരം നടക്കുന്നു. ആ ഹജ്ജിലാണ് നമ്മളില്ലാത്തത്. ആ ഹജ്ജിലാണ് നമുക്ക് ആഗ്രഹമില്ലാത്തത്. ആ ഹജ്ജിനാണ് നമ്മുടെ സ്വപ്നമല്ലാത്തത്. ആ ഹജ്ജാണ് നമ്മുടെ മനസ്സിലെ ഒരിക്കലെങ്കിലും എനിക്ക് പോകണമെന്ന പൂതിയില്ലാഞ്ഞത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കിക്കോ. ആ പൂതിയില്ലായ്മ, ആഗ്രഹമില്ലായ്മ, മോഹമില്ലായ്മ ഒരു വലിയ നന്ദികേടായിട്ട് മാറും. മനസ്സിൽ ആഗ്രഹമെങ്കിലില്ലായ്മ വലിയ നന്ദികേടായിട്ട് മാറും. റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഇമാം അഹ്മദും ഇമാം ഇബ്നു മാജയും ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അലൻ നിസാഇ ജിഹാദുൻ, സ്ത്രീകൾക്ക് ജിഹാദുണ്ടോ റസൂലേ? സ്ത്രീകൾക്ക് ജിഹാദുണ്ടോ? ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നഅം, അതെ, സ്ത്രീകൾക്കും ജിഹാദുണ്ട്. അലൈഹിന്ന ജിഹാദുൻ, അവർക്ക് മേലും ജിഹാദുണ്ട്. ലാ ഖിതാല ഫീഹി, പക്ഷേ ആ ജിഹാദിൽ ഖിതാലില്ല, യുദ്ധമില്ല. യുദ്ധമില്ലാത്ത ജിഹാദ് സ്ത്രീകൾക്കുമുണ്ട്. സ്ത്രീകളുടെ ജിഹാദിൽ യുദ്ധമില്ല. അത് ഏതാണ്? അൽ ഹജ്ജു വൽ ഉംറത്തു, അത് ഹജ്ജും ഉംറയുമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്ത്രീകളുടെ ജിഹാദാണ് ഹജ്ജ് എന്നുള്ളത്, ഉംറ എന്നുള്ളത്. സ്ത്രീകളും അത് അവരുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാക്കി, ഏറ്റവും വലിയ ലക്ഷ്യമാക്കി സ്ത്രീകളും അവരുടെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കണം. അവർക്ക് ഈ ദുനിയാവിൽ നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ജിഹാദാണ് അൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും എന്നുള്ളത് അവർ മനസ്സിലാക്കുക. അതിനുവേണ്ടി പരിശ്രമിക്കുക. അതിനുവേണ്ടി ആഭരണങ്ങൾ വിറ്റുകളയുക. അങ്ങനെയാണ്. എനിക്ക് ഹജ്ജിന് കഴിവില്ല, കയ്യിലെത്ര ആഭരണമുണ്ട്? 50 പവനും 40 പവനും തൂക്കിയിട്ടിട്ട് നടക്കുക. എന്നിട്ട് പറയാ ഹജ്ജിന് കഴിവില്ല, ഉംറക്ക് കഴിവില്ല. അതിൽ നിന്ന് 4 എണ്ണം ഊരിയെടുത്ത് വിറ്റാൽ ഹജ്ജും ഉംറയും നിർവഹിച്ച് തിരിച്ചു വരാൻ പറ്റും. അതാണ് പറഞ്ഞത്. നമ്മുടെ മനസ്സിൽ അങ്ങനെ നീക്കി വെക്കണമെങ്കിൽ നമുക്ക് എല്ലാതും കഴിഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് തുളുമ്പുന്ന ധനത്തെ പറ്റിയിട്ടാണ് പടച്ചോന്റെ മാർഗത്തിൽ നീക്കി വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കാറ്. അല്ല, നമ്മുടെ കാര്യങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടാണ് ദാനധർമ്മം. നമ്മൾ എടുത്തു വെച്ചതുണ്ടല്ലോ, എടുത്തു കൊടുക്കുമ്പോൾ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ തടസ്സപ്പെടണം, ജീവിതത്തിൽ കുറേ പ്ലാനുകൾ തെറ്റണം, കണക്ക് കൂട്ടലുകൾ അത് തെറ്റിപ്പോകണം. നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്ത ധനം കൊണ്ട് നമ്മൾ മോഹിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ബഡ്ജറ്റ് ചെയ്ത് വെട്ടി കുറയ്ക്കേണ്ടി വരും. അതാണ് ദാനം. അല്ലാതെ നമ്മൾ ഓവർഫ്ലോ ആയിട്ട് വീഴുന്ന സാധനം എടുത്തിട്ട് കൊടുക്കണേ, അതല്ല ദാനം എന്ന് മനസ്സിലാക്കുക. ഏറ്റവും വലിയ ജിഹാദ് ചെയ്യാൻ സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഹജ്ജിന് പോകേണ്ടത്. നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക സ്ത്രീകളും അവരുടെ ആഭരണം എടുത്തു കൊടുത്താൽ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ്. അത് അവരുടെ സമ്പത്താണ്. ആ സമ്പത്ത് തൂക്കിയിട്ടിട്ട് ഹജ്ജും ഉംറയും നിർവഹിക്കാതെ, ഹജ്ജ് പ്രത്യേകിച്ച് നിർവഹിക്കാതെ, അങ്ങനെ എനിക്ക് ധനം കിട്ടിയില്ല ധനമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വയം ആലോചിക്കുക, സ്വയം വിചാരണ ചെയ്യുക. അത് എന്താണ്? ശരിയാണോ? അള്ളാഹു അതിൻ്റെ പേരിൽ ചോദ്യം ചോദിക്കുമോ? അള്ളാഹുവിൻ്റെ അടുത്ത് നന്ദി കെട്ടവനായിട്ട് വമൻ കഫറ,
ആരെങ്കിലും നന്ദികേട് കാണിച്ചു കഴിഞ്ഞാൽ പടച്ചോനൊരു കുഴപ്പമില്ല എന്ന് അല്ലാഹു പറഞ്ഞല്ലോ. ആ നന്ദി കെട്ടവരുടെ കൂട്ടത്തിലാണോ വന്ന് ഭവിക്കുക എന്ന് അവരും സ്വയം ആലോചിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ ഏറ്റവും നല്ല രൂപത്തിൽ ആരാധിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയിട്ടുള്ള സഹോദരങ്ങളുണ്ട്. ഈ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് പോയിട്ടുള്ള ധാരാളം സഹോദരങ്ങളുണ്ട്. ഇപ്പോഴും നമ്മുടെ യാത്ര പറഞ്ഞ് പിരിഞ്ഞ് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹജ്ജ് സ്വീകാര്യോഗ്യമായ അവസ്ഥയിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ ഹജ്ജിൻ്റെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് അള്ളാഹുവിൽ നിന്ന് അങ്ങേയറ്റത്തെ പുണ്യം ലഭിക്കുന്ന പടച്ചോൻ സ്വീകരിക്കുന്ന ഹജ്ജ് ചെയ്യാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ യാത്രയിൽ അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതിനെ മറികടന്ന് സംതൃപ്തിയോടെ ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവരിൽ നിന്ന് നാഥ ധാരാളം രോഗങ്ങളുള്ള ആളുകളുണ്ട്, ധാരാളം ശാരീരികവും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം ശിഫയും സമാധാനവും ആഫിയത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അവർക്ക് അവരുടെ എല്ലാ കർമ്മങ്ങളും സമാധാനത്തോടെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ നിർവഹിക്കാനുള്ള തൗഫീഖ് നീ കൊടുക്കണേ റബ്ബേ. റബ്ബ് സുബ്ഹാനഹു വ തആല അവരവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ ഇസ്തിഗ്ഫാറുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉമ്മ പ്രസവിച്ച പോലെ വിശുദ്ധനായി പരിശുദ്ധനായിട്ട് മടങ്ങി വരാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഹജ്ജിന് പോയ സഹോദരങ്ങൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് നിന്ന് നിലനിൽക്കുന്ന ഒരു സാമൂഹികമായിട്ടുള്ള ഈ പ്രയാസങ്ങൾ, യുദ്ധവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ഒന്നും ഏശാതെ സമാധാനത്തോടെ പോയി തിരിച്ചു വരാൻ അള്ളാഹു അവർക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാം മഹത്തായ ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ കൊതിയും പൂതിയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിൻ്റെ മേൽ നമുക്കുണ്ടാക്കി തരുമാറാകട്ടെ. അതിന് പോകാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് സ്വരുക്കൂട്ടി എടുത്തു വെച്ചിട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ ആരാധിക്കുന്ന വിഷയത്തിൽ സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി അവൻ ആരാധിക്കാൻ, ആ ആരാധന റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.